പിന്നീടാണ് ഈ കൊറോണ വന്നപ്പോൾ ബാക്ക് ചെയ്തപ്പോഴാണ് പിന്നെ ചിന്തിച്ചപ്പോഴാണ് നമുക്ക് എന്താണ് ഒരു ഡെലിവറി ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് ചെറിയ അപ്പോൾ ഇത് ഈ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഒരു ഓപ്ഷൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു അല്ലേ? അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആപ്പിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പുറത്തുള്ള നമുക്ക് കുറച്ചൊക്കെ അറിയുന്ന ഒരാളായിട്ട് കണക്ട് ചെയ്ത് ഫണ്ടിനും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എടുത്തുള്ള ഒരു ടീമിനായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ അവർ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞു. മൾട്ടിപ്പിൾ ആൾക്കാർ ചോയ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അഫോർഡബിൾ ആയിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ വന്നതായിരുന്നു. പക്ഷെ അവർ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യായിരുന്നു, അത് നമുക്ക് അറിയില്ലായിരുന്നു. ചെയ്ത് വന്നപ്പോൾ ഫുള്ളി ബഗ്ഗായിരുന്നു. ഞാൻ അവർക്കൊരു എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, പ്ലസ് അവരെ പറഞ്ഞിട്ട് ഇന്ന ടൈമിൽ തരാമെന്ന് പറഞ്ഞ് കുറേ മാർക്കറ്റിംഗ് ആ ടൈമിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടലി ഒരു 12 lakhs അടുത്തോളം നമുക്ക് എന്താണ് അതിൽ ലോസ് വന്നു. ബഗ് വന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും ലോസ് വന്നത്? അതെ, കാരണം മാർക്കറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് ടൈമിൽ ഇത് എന്താണ് നമുക്ക് ഡെലിവറി ചെയ്യുമ്പോഴാണല്ലോ കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് മാർക്കറ്റിന് കിട്ടുള്ളൂ. ഈ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുമ്പോൾ പലർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് അതിൽ ബഗ് വരിക എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബഗ്സ് വരുന്നത്? ഈ ബഗ്സിനെ ക്ലിയർ ചെയ്യാനായിട്ട് പറ്റാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് അൻഷിതിന്റെ ഒരു വ്യൂ. ക്ലിയർ ചെയ്യാൻ പറ്റാതെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള സ്ട്രക്ചർ ചെയ്യാതെ ചെയ്തുകൊണ്ടായിരിക്കാം മേ ബി. കാരണം ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് UI ഡിസൈന് കാര്യങ്ങൾ ഇതൊരു പ്ലാൻ ആയിട്ട് വേണം നമ്മൾ ചെയ്തു പോകുന്നത്. എല്ലാം കംപ്ലീറ്റ്ലി ഇങ്ങനെ ആയിരിക്കും ആപ്ലിക്കേഷൻ എന്നുള്ളതൊക്കെ എല്ലാം കംപ്ലീറ്റ്ലി UI UX ഡിസൈൻ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ആകുമ്പോൾ ഔട്ട് എന്താണെന്നുള്ളത് മനസ്സിലാവും. ഇപ്പോൾ ഇവരെ സൈഡിൽ നോക്കുമ്പോൾ ഇവർ ലാസ്റ്റാണ് നമുക്ക് പ്രൊഡക്ട്സിനെ കാണിച്ചു തരുന്നത് ഇങ്ങനെയാണ് ഡിസൈനൊക്കെ വരുന്നത് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൈൻഡിൽ ഉദ്ദേശിക്കുന്നതും ആസ് എ കസ്റ്റമർ ഉദ്ദേശിക്കുന്നത് വേറെ ആയിരിക്കും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് UI UX ഡിസൈൻ നമ്മൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് ഔട്ട് എന്താണെന്നുള്ളത് ക്ലയന്റിന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയൊന്നും അല്ലായിരുന്നു അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് കറക്റ്റ് നമ്മളെ വിഷനും അവരുടെ വിഷനും തമ്മിലുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഇവിടെ സോൾവ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നത്. ഡെവലപ്മെന്റിൽ ബഗ് വരുന്നത് സ്ട്രക്ചറില്ലായ്മ, അതുപോലെ തന്നെ ഫ്രഷേഴ്സിനെ കൊണ്ട് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡെവലപ്മെന്റ് ഏരിയയിലേക്ക് വരാൻ കഴിയും. കാരണം ദിനം പ്രതി ഇതിന് ബഗ്ഗുകൾ കാര്യങ്ങൾ വരുന്നതാണ്. ഇത് ഫിക്സ് ചെയ്യാനും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്യാനൊക്കെ ഉള്ള കഴിവുള്ള ആൾക്കാരാവണം ഡെവലപ്മെന്റിൽ വരുന്നത്. ഇപ്പോൾ ഒരു ആപ്പ് നമ്മൾ ഡിസൈൻ ചെയ്തു ഡെവലപ്പ് ചെയ്തിട്ട് അതിലൊരു ബഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ബഗ് വരാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്കത് അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് ആക്ച്വലി വരുന്നുണ്ടോ? അത് സ്ട്രക്ചർ ചെയ്യുന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ പല ആൾക്കാർ നമ്മളായിട്ട് വരാറുണ്ട് വേറെ ടീമിനായിട്ട് ചെയ്തിട്ട് സ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. ചില ആൾക്കാർ സർവറിലൊക്കെ കുറച്ച് പേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ആയിരിക്കും സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ബൾക്ക് ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ പോലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ബേസ്മെന്റ് ഒക്കെ ഫൗണ്ടേഷൻ ചെയ്ത് പോവാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഹ്യൂജ് പ്ലാനിലായിരിക്കും എല്ലാ ബിസിനസ്സുകാരും വരിക. ആ ഒരു മൊമെന്റ് തന്നെയാണ് കീപ്പപ്പ് ചെയ്ത് പോകുന്നത്. പിന്നെ ബഗ് വരാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് പല ആൾക്കാരും സ്ക്രാച്ച് നല്ല ബിൽഡ് ചെയ്യാം. ഇവർ ഔട്ട്സോഴ്സ് ചെയ്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്തിട്ടോ ക്രാക്ക് ചെയ്തിട്ടോ അത് യൂസ് ചെയ്യും. അത് വേറൊരാൾ ഉണ്ടാക്കിയ കോഡ് ബേസ് ആണ്. അതൊരിക്കലും നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫോർമാറ്റൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. പർച്ചേസ് ചെയ്യുന്നില്ല ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വെച്ചിട്ടായിരിക്കും ഇവർ ചെയ്യുക. അൽഗോരിതം ഫ്ലോ ചാർട്ട് പോലത്തെ ഒരു സംഭവമാണോ ഉദ്ദേശിക്കുന്നത്? അതെ, കാരണം ഇതൊരു ഫ്ലോ ചാർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇന്നത് കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ. നാളെ ഒരു അപ്ഡേറ്റ് പറയുമ്പോൾ ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയൂല. അങ്ങനത്തെ കുറെ പ്രശ്നം. കാരണം ഒരാൾ ചെയ്തൊരു കോഡ് ലാംഗ്വേജ് വേറെ ആൾക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കമ്പനികൾക്ക് ആസ് എ കമ്പനി ആയിട്ട് ചെയ്യുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലാണ് നമ്മളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത്. കാരണം അതല്ലെങ്കിൽ ഒരു ഫ്രീലാൻസേഴ്സിന് ഒരു കമ്പനി ഒരിക്കലും ഒരു പ്രൊഡക്ട്സ് കൊടുക്കൂല, അത് ചെയ്യാൻ കൊടുക്കൂല. കാരണം എന്താ വെച്ചാൽ ഫ്രീലാൻസേഴ്സ് നാളെ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പോകും. കമ്പനീസ് അവിടെ തന്നെ നിലനിൽക്കും. കാരണം കമ്പനിക്ക് ഒരു ഫ്ലോ ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇത് ചെയ്ത് പോകേണ്ടത്, സ്ട്രക്ചർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ക്വാളിറ്റി 110% നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ പറയുന്ന ക്വാളിറ്റി ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വെബ്സൈറ്റിനോ ഇല്ലെങ്കിൽ 2 times റീഫണ്ട് ചെയ്യുന്നുള്ള കാര്യം. അത് കാരണം എന്താ വെച്ചാൽ അത്രയും ക്വാളിറ്റിയും ഗ്യാരണ്ടിയോട് കൂടി ചെയ്യാൻ പറ്റുന്ന ടീം നമ്മളൊപ്പം ഉണ്ട്. ടീമിന്റെ ആ കപ്പാസിറ്റി കൊണ്ടാണ് നമ്മൾ അത്രയും ഗ്യാരണ്ടി പറയുന്നത്. അപ്പോൾ ഒരു ക്ലയന്റിനെ ബേസ് നോക്കുമ്പോൾ അവർക്കൊരു വേറെ മാർക്കറ്റിംഗ് സൈഡ് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ മതി. കാരണം ഇവിടിനെ കുറിച്ച് ബോധേടാവേണ്ട ആവശ്യമില്ല. അത്രയും ഗ്യാരണ്ടിയോട് കൂടി നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പം ഈ ഒരു ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ബഗ് വന്നു, അതിൽ കുറെ ലോസ് വന്നു, അതിനുശേഷമാണ് ആപ്പുകൾ ഉണ്ടാക്കുന്ന ഒരു ആപ്പിലേക്ക് എത്തുന്നത് അൻഷിത് അല്ലേ? അതിന്റെ കൂടെയാണ് അനിയനെയും കൂടി ഇത് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു കഥയിലേക്കൊന്ന് വരാമോ? ഇപ്പോൾ അത് അത്യാവശ്യം നല്ല ലോസിൽ നിൽക്കുന്ന ടൈമിൽ ഞാൻ വണ്ടൂർ വെച്ചിട്ട് ഞാനൊരു ബോക്സിങ്ങിനും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ചെറിയ പ്രായത്തിൽ. അന്ന് ബോംബെയിൽ നിന്ന് പരിചയപ്പെട്ട ഒരാളുണ്ടായിരുന്നു. വണ്ടൂരാണ്, വണിമ്പലൊക്കെ ആയിട്ടാണ് താമസം വരുന്നത്.
ആളായിട്ട് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ ഫണ്ട് വെച്ചിട്ട് എനിക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ പഠിപ്പിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ഞാൻ അഞ്ജനായിട്ടൊക്കെ സംസാരിച്ചു, കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നല്ലതാണ്, കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്തെടുത്തു. അപ്പോൾ ഓക്കെ, ഓൻ റെഡിയായി. അപ്പോൾ ഫിനാൻസ് സമ്മതിച്ചോ അതിനും? ഓക്കെ, കാരണം ഇത് സമ്മതിക്കാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പിന്നെ അവനക്ക് ഫ്രീ ആയിട്ടുള്ളൊരു ടൈമായിരുന്നു, സ്കൂളിൽ വെക്കേഷൻ ടൈമായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൽ എനിക്ക് ഫണ്ടമെന്റലി സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് ലാപ്പ് എടുത്ത് കൊടുക്കേണ്ടിണ്ടായിരുന്നു. കാരണം അവനക്ക് ആദ്യം എന്താണെന്ന് സംഭവം ഇതിങ്ങനെ ഓണാക്കാൻ കുറച്ച് കാര്യങ്ങളെ അറിയുള്ളായിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും ആൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പ്ലസ് പിന്നെ ഇതിന് ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫാദർ നല്ല രീതിയിൽ ഫീസ് കാര്യങ്ങളൊക്കെ ഫാദർ സപ്പോർട്ട് ചെയ്തു. അവനക്ക് വേണ്ട ലാപ്ടോപ്പ് അമ്മമാർ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അവനെ പഠിച്ചെടുക്കാൻ പെട്ടെന്ന് തന്നെ അവൻ പഠിച്ചെടുത്തു. കാരണം അത്രയും ഇൻവെസ്റ്റ് ചെയ്താണ്, ആ അഗ്രസീവ് മൈൻഡോട് കൂടി തന്നെ റിസർച്ച് ചെയ്ത് പഠിച്ചെടുത്തു. ഈ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ പഠിച്ചതൊക്കെ അങ്ങനെ ഓൺലൈൻ തന്നെയാണോ പഠിച്ചത്? അല്ല, ഡയറക്റ്റ് ആയിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് മോഡലല്ല അവൻ പഠിച്ചെടുത്ത്. കാരണം സാറിൻ്റെ ഒപ്പം തന്നെ ഇരുന്ന് അവിടുത്തെ സൊല്യൂഷൻ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത് ഒപ്പം ഇരുന്നിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളുടെ ഒപ്പം ഇരുന്നിട്ട് അങ്ങനെ പഠിക്കുകയാണ് ചെയ്തേക്കണം. അല്ലാതെ ഒരു കോച്ചിങ്ങിനോ കോഴ്സിനോ പോയിട്ട് പഠിക്കുകയല്ല ചെയ്തിരിക്കുന്നത്, ഓൺലൈനിലും അല്ല പഠിച്ചിരിക്കുന്നത്. പിന്നെ അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ അത് മാറ്റി വെക്കുന്ന പ്രവണത. അതെ, അതിന്റെ ഏറ്റവും എക്സ്ട്രീം വരെ പോകും. അത് എനിക്ക് നല്ല രീതിയിൽ യൂസ് ആയിട്ടുണ്ട്. കാരണം ആ ഒരു ഏരിയ പിന്നെ ബോധേടാവേണ്ട ആവശ്യമില്ല. 17 വയസ്സ് ആ ടൈമിലൊക്കെ ജോയിൻ. നിങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ലൈഫ് മൊത്തം ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ പ്രൊഫഷൻ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലായിരുന്നു ആ ഒരു പ്രായത്തിലൊക്കെ. തീർച്ചയായിട്ടും ആ ഒരു മൈൻഡ് അപ്പൊ ബിൽഡപ്പ് ആയതും ഫാമിലിന്റെ ആ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ്. തീർച്ചയായിട്ടും. അല്ല, അവര് പറയാണ് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും ഡിഗ്രി കംപ്ലീറ്റ് ആക്കണം, ഡിഗ്രി ചെയ്യണം എന്നൊക്കെ നിർബന്ധം പറഞ്ഞിട്ട് ഈ പെണ്ണിലേക്ക് വരാൻ പറ്റില്ലായിരുന്നു. നിർബന്ധം പറഞ്ഞത് തീർച്ചയായിട്ടും എന്നെ കൺവിൻസ് ചെയ്തെടുക്കാന്നുള്ളതാണ്. അവർക്കും അതിനായിട്ടുള്ള ഒരു ഡ്രീമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കൺവിൻസ് ചെയ്തെടുത്തു, ഇതാണ് ഫ്യൂച്ചർ. അല്ല, അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ കാലത്തെ ആ ഒരു കാലഘട്ടത്തിലെ പാരന്റ്സിനെ പോലെ അല്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പാരന്റ്സ് അല്ലേ. കുറച്ചും കൂടെ അവര് മക്കളെ വളർത്തുന്നത് അവരുടെ ഇഷ്ടത്തിനല്ല. ആക്ച്വലി മക്കളെ എങ്ങനെയാണോ, അവർക്ക് എന്താണോ ഇഷ്ടം അല്ലെങ്കിൽ അവർക്ക് എന്താണോ പാഷൻ, അവരുടെ പ്രൊഫഷൻ എന്താണോ അതിനനുസരിച്ച് നിൽക്കുന്ന പാരന്റ്സ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലുള്ളത് അല്ലേ. അതുകൊണ്ടായിരിക്കും നിങ്ങളെ പോലുള്ള സംരംഭകർ നമുക്ക് കിട്ടുന്നത്. അൻഷിത്, അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ ഒരു സംരംഭം തുടങ്ങി, തീർച്ചയായിട്ടും ഒറ്റക്കായിരിക്കില്ല, ഇനിയും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഫാമിലിയുടെ ഒരു നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് കൂടാതെ അൻഷിതിന് ഇതിന്റെ കൂടെ നിൽക്കാനായിട്ട് ആരാണ് ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ ലോസിലായിരിക്കുമ്പോഴും ഞാൻ പ്രോഫിറ്റബിൾ ആയി നിൽക്കുന്ന ടൈമിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അലീം എന്നാണ് ആളെ പേര്. ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാത്തിനും ഒപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു വലം കൈയായിട്ട് ആൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത ഒരാളാണ്. പിന്നെ ടീം അതിനനുസരിച്ച് ബിൽഡ് ചെയ്തു. അത്യാവശ്യം ഇപ്പോൾ ഒരു ടോട്ടലി നമ്മൾ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 പേരാണ് ടോട്ടലി ടീമിലുള്ളത്. ഹയറിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് 21 വയസ്സിൽ തുടങ്ങിയ സംരംഭത്തിൽ അൻഷിത് ഓൾറെഡി 10 പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം അല്ലേ?